Hi all, welcome to another long video from the Netters. This is last Sunday morning. 19 ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കങ്ങ് തുടങ്ങിക്കളയാം. ചാനലിൻ്റെ നെയിം ദ നെറ്റോസ് എന്നായത് എന്തുകൊണ്ടാണ്? ആലൻ്റെ നെയിം ആലൻ ജൂഡ് നെറ്റോ എന്നാണ്. ഐ എം ലയോണ ജൂഡ് നെറ്റോ. കുക്കു സാറിൻ്റെ പേര് നദാൻ ജൂഡ് നെറ്റോ എന്നും നീൽ ജൂഡ് നെറ്റോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിന് ദ നെറ്റോസ് എന്ന് പേര് കൊടുത്തത്. ആംഗ്ലോ ഇന്ത്യൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലൻ്റെ മദർ ആംഗ്ലോ ഇന്ത്യൻ ആണ്, അതായത് മമ്മി എൻ്റെ മദറിൻലോ. പണ്ട് ലില്ലിയമ്മച്ചിയൊക്കെ പറഞ്ഞു കേട്ട അറിവാണ്. ഫെർണാണ്ടസ് സായിപ്പും മക്കളും വൈഫും ഒക്കെ ഇവിടെ വന്ന് വീട് വെച്ചു. ഈ ഫെർണാണ്ടസ് സായിപ്പ് എന്ന് പറയുന്നത് ആലൻ്റെ ഗ്രാൻഡ് പായാണ്. മമ്മി ഫെൽ ഇൻ ലവ് വിത്ത് ഡാഡ ആൻഡ് അങ്ങനെ അവർ കല്യാണം കഴിച്ചു. മമ്മിയുടെയൊക്കെ കുടുംബ വീട് നിന്നിരുന്ന സ്ഥലത്താണ് മമ്മി ആദ്യം കിൻഡർഗാർഡനായിട്ട് നമ്മുടെ സിറ്റാഡൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഫെർണാണ്ടസ് സായിപ്പിൻ്റെ മകൾ എമിലി മിസ് സ്റ്റാർട്ട് ചെയ്ത സ്കൂളാണ് ഇപ്പോൾ സിറ്റാഡൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിട്ട് വളർന്നേക്കുന്നത്. ഡാഡ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഡാഡയും കൂടെ ജോയിൻ ചെയ്താണ് സ്കൂൾ ഇത്ര എത്തിച്ചത്. അതേ സ്കൂളിലാണ് ഞാനിപ്പോൾ അക്കാഡമിക് ഓഫീസറായിട്ടും ഇവൻറ്റ് കോർഡിനേറ്ററായിട്ടും ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ ടീച്ചറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ആലൻ ഒരു സിസ്റ്ററാണുള്ളത്, ജെനി ചേച്ചി, എൻ്റെ നാത്തൂൻ. ചേച്ചിയുടെ ഹസ്ബൻഡ് എബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്. ഇത് കുടുംബമാണ്. ചേച്ചി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ചേച്ചിയുടെ കൂടെ ഡാഡയുടെ ഒരു പെങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അവർ ഒരു കോമ്പൗണ്ടിൽ 2 വീട് വെച്ച് അങ്ങനെ അങ്ങ് താമസിക്കുമായിരുന്നു. ഡാഡയുടെ ആ സിസ്റ്റർ മരിച്ചുപോയി. അപ്പോൾ ചേച്ചിയും കുട്ടികളും അവിടെ ഒരു വീട്ടിൽ ഒറ്റയ്ക്കും, മറ്റേ വീട് അങ്ങനെയായി. അപ്പം ആ വീട് ഡാഡ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിലുവിനെ പ്രഗ്നൻ്റ് ആയി. അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട് ഞാനിപ്പോൾ ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം, തൊട്ടപ്പുറത്താണ്. അപ്പോൾ എൻ്റെ അമ്മയും അമ്മുമ്മയും ഒക്കെ എൻ്റെ അടുത്ത് തന്നെ വേണമല്ലോ. പ്രസവമൊക്കെ കഴിഞ്ഞ് വരാനായാലും ഞങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇതാണ്. പിന്നെ ആലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും കുരിശുമൂടുമായിട്ട് വളരെ അറ്റാച്ച്ഡാണ്. ഞാനും അതെ. അപ്പോൾ അതുകൊണ്ടാണ് മമ്മിയും ഡാഡയും അങ്ങോട്ടേക്ക് പോയത്. ചേച്ചിയും മക്കളും മാത്രമല്ലേ ഉള്ളൂ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കുടുംബത്തെ ആലൻ്റെ പേരൻസ് നിൽക്കാത്തത്, എൻ്റെ ഇൻലോസ് എന്താണ് എൻ്റെ കൂടെ നിൽക്കാത്തതെന്നൊന്നും എൻ്റെ ഫാമിലിയിലുള്ളവരോ ഈ നാട്ടിലുള്ളവരോ ചോദിക്കത്തില്ല. ദേ ഓൾ നോ ദാറ്റ്. ലോജിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് ഞങ്ങളിപ്പോൾ ഈ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താമസിക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. പിന്നെ നിങ്ങൾ ചോദിച്ച മൈ സൈഡ് ഓഫ് ദ ഫാമിലി, അത് ഞാൻ ഈ ബീഫ് കറിയൊക്കെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് ചെന്ന് തന്നെ പരിചയപ്പെടാം. കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോഴുണ്ടല്ലോ 5 കിലോയുടെ പുട്ടുപൊടിയുടെ ഒരു സാക്ക് മേടിച്ചിരുന്നു. കുപ്പികളൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് ഇനി അത് ബാക്കി ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് പുട്ടും ബീഫ് കറി ആക്കാനാണ് പ്ലാൻ. രാവിലെ പിള്ളേർ എണീറ്റിട്ടില്ല ഇതുവരെ, അവർക്ക് ബ്രെഡ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഞാൻ ഉച്ചയ്ക്ക് നല്ല രീതിയിൽ പുട്ട് കഴിക്കാൻ വേണ്ടി ഇപ്പോഴേ പട്ടിണി കിടക്കുകയാണ്. പുട്ടും ബീഫും ഒക്കെ ഞങ്ങൾ ഇടയ്ക്ക് സൺഡേസിൽ ഉച്ചയ്ക്ക് ആക്കാറുണ്ട് കേട്ടോ, ജോലി കുറഞ്ഞിരിക്കുമല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. എൻ്റെ കണ്ണിൽ ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത ഡേ ആണിത്. ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ അപ്പോഴും വിചാരിച്ചിരിക്കുന്നത് എൻ്റെ കണ്ണിൽ എന്തോ കരട് രാത്രി പോയിട്ട് ഞാൻ അതും വെച്ച് കിടന്ന് ഉറങ്ങിയിട്ടാണ് എൻ്റെ കണ്ണിങ്ങനെ ഇരിക്കുന്നതെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളുമായിട്ടും സേറമോളും ഒക്കെ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. ബിക്കോസ് ഐ വാസ് നോട്ട് അവെയർ അങ്ങനെ ഒരു പ്രശ്നമാണ്, ഇത് ചെങ്കണ്ണാണെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ബാക്ക് ടു ക്വസ്റ്റ്യൻസ്. 20K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേക്ക് എനിക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് എൻ്റെ ഫസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്താണ്. വീഡിയോയ്ക്കൊന്നും ഈ ഒരു ക്ലാരിറ്റി ഒന്നുമില്ല. ഞാനൊരു ഒപ്പോ ഫോൺ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവരന്നും പറഞ്ഞിരുന്നു ഞാൻ നറേറ്റ് ചെയ്യുന്ന രീതി കൊള്ളാമെന്ന്. താങ്ക്സ് ഫോർ ബിലീവിങ് ഇൻ മീ. ഒരു 20K സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലൊക്കെ ആയിട്ട് ഇത് വരും എന്ന് ആദ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത്. ചേച്ചി ഇത് നിർത്തരുത്, ഇത് റീച്ച് ആവും. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഡൗൺ ആവുമല്ലോ. അപ്പോൾ ആ സമയത്ത് എന്നെ എൻകറേജ് ചെയ്തിട്ടുള്ള എല്ലാവരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്ത് മൈൻഡിൽ തോന്നുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു 10K സബ്സ്ക്രൈബേഴ്സ് വേണം, അത്രയേ ഉള്ളൂ എന്ന്. എന്ത് പറയാൻ, ഐ ആം ബിയോണ്ട് ഹാപ്പി. ഒരുപാട് സന്തോഷം. ഇപ്പോൾ എൻ്റെ ഈ 20K സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. ഇനി എൻ്റെ ഏജ്, ഐ എം 32. ഈ ഓഗസ്റ്റിൽ എനിക്ക് 33 ആവും. പിന്നെ ഞാൻ എന്താ ഇങ്ങനെ മെച്യൂർ ആയെന്ന്? എടാ അതെനിക്ക് ചെറുപ്പം തൊട്ട് ഞാൻ അങ്ങനെയാണ്. ബിക്കോസ് എന്നെ നോക്കാനായിട്ട് ആരും ഇല്ലായിരുന്നു. ഐ വാസ് ലെഫ്റ്റ് അലോൺ മോസ്റ്റ് ഓഫ് ദ ടൈംസ്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്ത് എൻ്റെ ലൈഫിലെ എല്ലാ ഡിസിഷൻസും ഞാൻ ഒറ്റയ്ക്ക് എടുത്തതാണ്. 10th കഴിഞ്ഞ് ഞാൻ എവിടെ പോകണം, ഏത് സ്കൂളിൽ ചേരണം, അത് കഴിഞ്ഞ് ഞാൻ എന്ത് കോഴ്സ് ചെയ്യണം, അത് കഴിഞ്ഞ് ഞാൻ എന്ത് ജോലി നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു മെച്യൂറിംഗ് എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും. കാരണം നമ്മളെ പാമ്പർ ചെയ്യാനായിട്ട്, നമ്മളെ കൊഞ്ചിക്കാനോ ലാളിക്കാനോ ഒന്നും ആൾക്കാരില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയാകും. അപ്പോൾ എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ജോലി മേടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചത് അതും കൂടെ ഞാൻ ഇവിടെ ചേർക്കുകയാണ്. ഞാൻ ഫാത്തിമയിലാണ് BA പഠിച്ചത്. ബി എഡിൻ്റെ ടൈമിൽ എനിക്ക് വീട്ടിലത്തെ ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഐ വാസ് വെരി ഫെഡ് അപ്പ്. എനിക്ക് മതിയായിരുന്നു, വീട്ടിൽ നിന്ന് എനിക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം, എനിക്ക് കൊല്ലത്ത് നിന്നൊക്കെ മെമ്മോ വന്നിട്ട് ഹോസ്റ്റലിൽ നിൽക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി BEd ചെയ്തു. ആ വർഷമായിരുന്നു BEd 1 വർഷം ഉണ്ടായിരുന്നു, അവസാനത്തെ വർഷം.
പിന്നെ അടുത്ത വർഷം എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 വർഷം. അതുകൊണ്ട് തന്നെ ഞാൻ PG ചെയ്തില്ല, നേരെ പോയി BEd എടുത്തു. ഞാനൊരു 10th ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഞാൻ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി, തയ്ക്കാൻ തുടങ്ങി. കോളേജിൽ എൻ്റെ ഫ്രണ്ട്സിന് അറിയാം, ബേഗോൾസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ടെന്ന് ഞാൻ പറയത്തില്ല, അവർക്കും അറിയാം, അല്ലാത്തവർക്കും അറിയാം. ഞാൻ കോളേജിലുള്ള എൻ്റെ സീനിയേഴ്സിൻ്റെ പോലും ചുരിദാറൊക്കെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നിട്ട് തയ്ച്ചിട്ട് അന്ന് ഞങ്ങളെല്ലാവരും ഈ കമ്പും കുളിയൊക്കെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ബാക്കി ഓരോ പീസ് കാണും. ഒരു കറുപ്പ് ലെഗിൻസ്, ഒരു കറുപ്പ് ഷോൾ, അത് മതിയല്ലോ. പിന്നെ അതുപോലെ തന്നെ ഒരു വൈറ്റ് ലെഗിൻസും വൈറ്റ് ഷോളും ഉണ്ടായിരുന്നു. അന്ന് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഐ സ്റ്റിൽ റിമെമ്പർ. അവനിങ്ങനെ ചോദിക്കുമായിരുന്നു, നീ ഒരു തവണ ഇടുന്ന ഡ്രസ്സ് പിന്നെ ഇടാറില്ലേ? നമുക്കിഷ്ടം പോലെ കിട്ടുമല്ലോ. ഈ BEd കഴിഞ്ഞിട്ട് നേരെ ഞാൻ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാനൊരു സ്കൂളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ അവിടെ ജോലിക്കും കയറി. അതായത് BEd കഴിഞ്ഞ വർഷം തന്നെ ഞാൻ തുടങ്ങിയതാണ് ടീച്ചറായിട്ട് ജോലി ചെയ്യാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു അധ്യാപികയായിട്ട് 11 വർഷമായെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് മെച്യൂർഡ് ആയത്. എനിക്ക് വേറെ ചോയ്സ് ഇല്ലായിരുന്നു, മെച്യൂർഡ് ആയേ പറ്റത്തുള്ളായിരുന്നു. ടീച്ചിങ് എനിക്ക് ഇഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ എടുത്തത്. പിന്നെ എൻ്റെ മുന്നിൽ എനിക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ജോലി അതായതുകൊണ്ടും കൂടിയാണ് ഞാൻ ടീച്ചിങ്ങിലേക്ക് വന്നത്. അതല്ലാതെ എനിക്കിപ്പോൾ വേറെ ജോലിയൊന്നും ചെയ്യണമെന്ന് അങ്ങനെ ഒരു മോഹമൊന്നും എനിക്കില്ല. പിന്നെ ഈ മൾട്ടി ടാസ്കിങ് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരും. ഞാനൊരു ക്രോണിക് മൾട്ടി ടാസ്കറാണ്. അതെന്ന് വെച്ചാൽ എനിക്ക് ഒരു കാര്യത്തിൽ ഒരു ടൈമിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ ചെറുപ്പത്തിലേ തൊട്ട് അങ്ങനെ ആയിപ്പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അടി കൂടുന്നു നോക്ക്, നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ നോക്കിയാൽ മതി. അയാൾ പോയി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നെങ്കിൽ ഒരു പടം വരയ്ക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോയ് വെച്ച് കളിക്കും. പക്ഷേ ചെവി മൊത്തം നിങ്ങൾ അടികൂടുന്ന കാര്യത്തിലോട്ടായിരിക്കും. പക്ഷേ അതിൽ ഇൻവോൾവ് അല്ലാന്ന് കാണിക്കുകയും വേണം, എന്നാൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയും വേണം എന്നുള്ള അങ്ങനെ ഞാൻ അങ്ങനെ ആയിപ്പോയി. എൻ്റെ സിറ്റുവേഷൻസും അങ്ങനെയായിരുന്നു. അപ്പം ചെറുപ്പം തൊട്ട് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ 2 കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ തയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാട്ട് കേൾക്കും. എനിക്ക് വെറുതെ തയ്ച്ചുകൊണ്ടിരിക്കാൻ മാത്രം പറ്റത്തില്ല, വെറുതെ ഇരുന്ന് എനിക്ക് പാട്ട് കേൾക്കാനും പറ്റത്തില്ല. അങ്ങനെ ആക്ച്വലി അതൊരു ബ്ലെസ്സിങ് ഒന്നും അല്ല കേട്ടോ, അതൊരു കേഴ്സാണ്. കാരണം ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് എനിക്കതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഒരു കറി ഒരു പ്രാവശ്യം നിന്ന് ഒരു കറി വെക്കുന്നത് എനിക്ക് ഭയങ്കര ബോറിംഗ് ആണ്. എനിക്ക് ഗ്യാസിൻ്റെ ആ 3 ബർണറും കത്തിക്കൊണ്ടിരിക്കണം, അതിൽ 3ലും ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ, ആ ഒരു കോഫി ഇരുന്ന് ഞാൻ കുടിക്കത്തില്ല, ഞാൻ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ ജിമ്മിലൊന്നും പോകാറില്ല. എനിക്ക് വണ്ണം കൂടുന്നു എന്ന് തോന്നിയാൽ 54 to 56 ഇതിൻ്റെ ഇടയിൽ ഞാൻ വണ്ണം നിർത്തും. 56 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ പരിപാടി തുടങ്ങും. ഞാൻ മീൽസ് സ്കിപ്പ് ചെയ്യും. ഉലുവയും ജീരകവും കൂടെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ ഒരു ഡ്രിങ്ക് വെള്ളത്തിന് പകരം കുടിക്കാൻ തുടങ്ങും. നല്ല രീതിയിൽ ഞാനത് കുടിച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും അതിനെ കൊണ്ടുവന്ന് 54ൽ വെയിറ്റ് തിരിച്ചാക്കിയിട്ട് ഞാൻ പിന്നെ പഴയതുപോലെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ തുടങ്ങും. വീണ്ടും വെയിറ്റ് 56 ക്രോസ് ചെയ്യുമോ അല്ലെങ്കിൽ 56 റീച്ച് ചെയ്യുകയോ ചെയ്താൽ ഞാൻ ഡയറ്റൊന്നും അതിന് പറയാൻ പറ്റത്തില്ല. ഞാൻ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല, അല്ലെങ്കിൽ ഡിന്നർ കഴിക്കത്തില്ല. ആ ഒരു ടൈമിൽ വിശന്നാൽ മാത്രം ഭക്ഷണം എന്നുള്ളത് എൻ്റെ ഒരു മോട്ടോ ആക്കും. വിശന്നിട്ടില്ലെങ്കിൽ ഞാൻ കഴിക്കത്തുമില്ല. ആലനുമായിട്ട് ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ പ്രതീക്ഷിക്കാമോ? വേണ്ട, നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഹി ഈസ് എ വെരി ഇൻട്രോവേർട്ടഡ് പേഴ്സൺ. സ്വന്തം സ്പേസ് ഇത്രയ്ക്ക് ആസ്വദിക്കുന്ന ഒരു വ്യക്തിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഒറ്റയ്ക്ക് നമ്മൾ വിടാമെങ്കിൽ അത്രയും സന്തോഷം. വെറുതെ അവിടെ ഇരുന്ന് യൂട്യൂബിൽ പാട്ടോ വീഡിയോയോ ഒക്കെ ഇങ്ങനെ കണ്ടിട്ട്, അല്ലെങ്കിൽ ചെവിയിൽ അതും വെച്ച് ഇങ്ങനെ അതും കേട്ടുകൊണ്ടിരിക്കും. ഓഫ് കോഴ്സ് ഫാമിലി ടൈമിൽ വന്ന് ഇൻവോൾവ് ചെയ്യും, പിള്ളേരുമായിട്ട് കളിക്കും, എല്ലാം അതൊക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ ആ വണ്ടാനം വിഷുവിൻ്റെ ടൈമിലും ഇൻ്റർവ്യൂവിന് വന്നവരൊക്കെ ചേട്ടനൊന്നും ഇരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാനിരിക്കും. ആരുടെ ഒരാളുടെ ഇൻ്റർവ്യൂവിൽ മാത്രം വന്നിരുന്നിട്ട് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തായിരുന്നു, എന്തായാലും ഇത് ലോകം അറിയേണ്ടതല്ലേ എന്നിങ്ങനെ 2 സെൻറ്റൻസ് മാത്രം പറഞ്ഞു. അതുകൊണ്ട് ഇൻ ഫ്യൂച്ചർ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ എക്സ്ട്രീംലി ഓപ്പോസിറ്റാണ് അലൻ എല്ലാ കാര്യത്തിലും. അലന് സ്പൈസസ് ആണ് കൂടുതലിഷ്ടം, എനിക്ക് മധുരമാണ് കൂടുതലിഷ്ടം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഫുഡ് ഇഷ്ടപ്പെട്ടാലും ഒരു പാട്ട് ഇഷ്ടപ്പെട്ടാലും ഞാനതിങ്ങനെ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കും. ആ ഫുഡ് ഐറ്റം വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. അതേ ഹോട്ടലിൽ 2-3 വട്ടം പോകണമെന്ന് പറയും. പക്ഷേ ആലൻ പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. നമ്മൾ അവിടെ നിന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തേല്ലേ, അല്ലെങ്കിൽ ആ ഒരു പാട്ട് നീ എത്ര പ്രാവശ്യം കേൾക്കും, ഇനി അടുത്തൊരു പാട്ട് കേട്ട് നോക്ക്, അങ്ങനെയാണ്. സോ ഐഡിയോളജിക്കലി ഒരുപാട് വ്യത്യാസങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ട്. ഞാനെല്ലാം വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ, ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ്. പക്ഷേ അലൻ അങ്ങനെയല്ല, എല്ലാം പതിയെ ചെയ്യുന്ന ഒരാളാണ്. ഈ ഓപ്പോസിറ്റ് പോൾസ് ആണല്ലോ അട്രാക്റ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് അലനെ ക്യാമറയുടെ മുമ്പിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് കാണാം എന്ന് വിചാരിക്കേണ്ട. ഞാൻ ഈ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഒളി ക്യാമറ വെച്ചിട്ടാണ് ആ മനുഷ്യനെ ഓരോ ഫ്രെയിമിൻ്റെ അകത്താക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോലീസ് കേസ് എന്തായെന്നുള്ളത്. അത് ഇങ്ങനെ എൻ്റെ ചാനൽ പൂട്ടും, എനിക്കിനി ഒരു മെറ്റ അക്കൗണ്ട് പോലും എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോടാ, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു ചെന്ന് 10 പേരെ കാണിച്ചിട്ട് ഇത് വെള്ളമല്ല മണ്ണെണ്ണയാന്ന് പറഞ്ഞാൽ ആ 10 പേര് വിശ്വസിക്കത്തില്ല. നിങ്ങൾ ആ വെള്ളം കൊണ്ട് ചെന്ന് ഒരാളോട് 10 തവണ പറഞ്ഞാലും അയാളും വിശ്വസിക്കത്തില്ല.
അതുകൊണ്ട് തന്നെ ഐ വാസ് ഓൺ ദ സേഫ് സൈഡ്. ഞാൻ അങ്ങനെ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ഒന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, അറിയാവോ? മൈ പോസ്റ്റേഴ്സ് ആർ നോട്ട് ഇൻറ്റൻറ്റഡ് ടു സമ്മൺ. ആരെയും ഉദ്ദേശിച്ചല്ല ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത്. ബട്ട് എവറി ടൈം ദ ഷൂ ഫിറ്റ്സ് എ സെൻറ്ററിലാണ്. അതായത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ അവിഹിതത്തിനെ കുറിച്ച് പറയും, മോഷണത്തെക്കുറിച്ച് പറയും, മുതലെടുപ്പിനെ പറ്റി പറയും, ക്രുക്കഡായിട്ടുള്ള ആൾക്കാരെ പറ്റി പറയും, വിക്കഡായിട്ടുള്ള ആൾക്കാരെ പറ്റി പറയും. ഞാൻ കുരിശുമൂട്ടിലൊരു മോഷണം നടന്നു, ആ കള്ളനെ പിടിക്കണം, അങ്ങേര് ഇങ്ങനത്തെ ആളാണ് അങ്ങനത്തെ ആളെന്നൊക്കെ പറയുമ്പോൾ കട്ടവനല്ലേ അത് കൊള്ളത്തുള്ളൂ. അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നതാണ്. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടമല്ല. അവരെ ഞാൻ ഐ വിൽ ജസ്റ്റ് കട്ട് ഓഫ് ദം ഫ്രം ലൈഫ്. അത് കഴിഞ്ഞാൽ തീർന്നു. ഞാൻ പിന്നെ അവരെ നന്നാക്കാനോ അല്ലെങ്കിൽ അവരിങ്ങനെയാണ് അങ്ങനെയാണെന്നും പറഞ്ഞ് നടക്കാനോ ഞാൻ പോകത്തില്ല. ആൻഡ് വൈ വുഡ് ഐ ഡൂ ദാറ്റ്? ഞാൻ എൻ്റെ സ്പേസിൽ ഞാൻ വളരെ പീസ്ഫുള്ളായിട്ട് ഞാൻ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്തിനാണ് ഈ പറയുന്ന ഈ അഴുക്ക് ചാലിലൊക്കെ പോയി കാല് നനച്ചിട്ട് എൻ്റെ കാലിൽ ചെളിയായെന്ന് പറഞ്ഞ് നടക്കാനായിട്ട് ഞാൻ എന്തിനാണ് നടക്കുന്നത്? ഐ വോണ്ട് ഡൂ ദാറ്റ്. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ കർമ്മ. എൻ്റെ ചാനൽ ഇത് ഇപ്പോൾ പൂട്ടിക്കുന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയത് ആ ഒരു പർട്ടിക്കുലർ ഡേ കഴിഞ്ഞ്, ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് 5Kയിൽ കിടന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് 10K ആയി. വിത്തിൻ എ മന്ത് 20K സബ്സ്ക്രൈബേഴ്സായി. നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യവും കൗണ്ട് ചെയ്യാതെ പോകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ചീത്ത കാര്യവും ലിസ്റ്റ് ചെയ്യപ്പെടാതെ പോകത്തില്ല. നിങ്ങളുടെ ഓൺ കർമ്മ നിങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് നിൽക്കും. അത് ചിലപ്പോൾ നടുത്തെരുവിൽ കൊണ്ട് നിർത്തിയെന്ന് വരും. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞാൻ ആരെയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ മുമ്പിൽ തന്നെ ഐ ക്യാൻ സീ വാട്ട് ഈസ് ഹാപ്പനിങ്. വിതയ്ക്കുന്നതേ കൊയ്യൂ. നിങ്ങൾ വിതയ്ക്കാത്തത് നിങ്ങൾക്ക് കൊയ്യാനും പറ്റത്തില്ല, അതിന് തലയും കുത്തി നിന്നാൽ പോലും. അപ്പോൾ പറഞ്ഞു വന്നത്, ആ പോലീസ് കേസ് അങ്ങനെ അങ്ങ് പോയി. മൈ മെറ്റാ ഡാറ്റ വാസ് സേഫ്. അതിൻ്റെ അകത്ത് ഒന്നും അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊന്നും അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. ഞാനൊരു അഡ്വക്കേറ്റിനെയൊക്കെ കണ്ടിരുന്നു. നമ്മുടെ സ്കൂളിലൊരു പേരൻ്റ് അഡ്വക്കേറ്റ് ആയിരുന്നു. ആൻഡ് വാട്ട് ഷീ ടോൾഡ് മീ ദാറ്റ്, ലയോണ, നീ ഒരാളുടെ പേര് പറഞ്ഞ് ഇന്ന ആൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ അതിനുള്ള അത്ര വലിയ വകുപ്പില്ല അതിന് പരാതി എടുക്കാനായിട്ട്. ഇഫ് ദാറ്റ് ഈസ് ട്രൂ, അയാൾ നിങ്ങളെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാനുള്ള വകുപ്പില്ല. ബട്ട് അതുപോലും ചെയ്തിട്ടില്ല എങ്കിൽ യു ആർ അബ്സല്യൂട്ട്ലി സേഫ്. എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയ, നമ്മുടെ പൃഥ്വിരാജ് പറയുന്ന പോലെ, സോഷ്യൽ മീഡിയ ഇസ് നോട്ട് യുവർ ഫാദേഴ്സ്. അപ്പോൾ ഞാൻ അതിൽ നല്ല ആൾക്കാരെ പറ്റി പറയും, ചീത്ത ആൾക്കാരെ പറ്റി പറയും. ആഫ്റ്റർ ഓൾ ഐ ആം ആൻ ഇൻഫ്ലുവൻസർ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് എഡിറ്റിങ് ഷൂട്ടിംഗ് ഒക്കെ കാണിക്കാവുന്ന. നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്, ഒരു മൂവി കണ്ടിട്ട് ഒരു നല്ല സിനിമ നിങ്ങൾ കാണുവാണ്, നിങ്ങൾ ആ ഡയറക്ടറിൻ്റെ അടുത്ത് പോയി ഈ സിനിമ എങ്ങനെ എടുത്തു, ഓരോ ഫ്രെയിം എങ്ങനെ വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കുക എന്നുള്ളത് ആ സിനിമ എടുക്കുന്നതിനേക്കാളും ഇൻറ്റു 100 ടൈംസ് എഫേർട്ട് വേണ്ട കാര്യമാണ്. ഞാൻ ഈ വീഡിയോ എങ്ങനെ എടുക്കുന്നു എന്ന് കാണിക്കാനായിട്ട് ഐ നീഡ് ആൻ എക്സ്ട്രാ പേഴ്സൺ. അത് എടുക്കുന്നത് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരാൾ വേണം, അതിനെനിക്കൊരു ക്യാമറ വേണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്പ്, ഞാൻ മാത്രമല്ല മിക്ക യൂട്യൂബേഴ്സും യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്പ്, അത് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിന്. നമ്മൾ ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കമ്മ്യൂണിറ്റി സ്ട്രൈക്സ് ആയിട്ട് വരും. റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കാണിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ആ ആപ്പിന് അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആരെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ സ്ക്രീൻ റെക്കോർഡിങ് അലോ ചെയ്തേനെ. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്, ദിസ് ആപ്പ് ഇത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഈ എഡിറ്റ് ചെയ്യുന്നത് എടുത്ത് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. പിന്നെ ഇഫ് യു റിയലി വോണ്ട് ടു അങ്ങനെ പഠിക്കണമെങ്കിൽ, ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോയും കണ്ടിട്ടല്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ തുടങ്ങിയിട്ട്. അങ്ങനത്തെ കുറേ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലാതെ ലാപ്പിൽ ചെയ്യുന്നതൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ട്. ഇപ്പോൾ മോണിറ്റൈസ് ആവാത്ത ചാനലൊക്കെ ആണെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ, അതൊന്നും ഇങ്ങനെ പിടിക്കത്തില്ല, റെസ്ട്രിക്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അത് കട്ട് ഡൗൺ ഒന്നും വരത്തില്ല. അപ്പം അങ്ങനത്തെ കുറേ വീഡിയോസ് യൂട്യൂബിലുണ്ട്. ഏതെങ്കിലും കണ്ടാലും നിങ്ങൾക്ക് ഇതുപോലെ പറ്റും കേട്ടോ, പഠിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഓട്ടോ ഡബ്ബിംഗ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഹിന്ദി മിക്കതും ഞാനിങ്ങനെ കണ്ടിട്ടുള്ളത് ഹിന്ദിക്കാരായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. ഓട്ടോ ഡബ്ബിംഗ് വെച്ചാൽ നിങ്ങൾക്കത് ഇംഗ്ലീഷിൽ കേൾക്കാം, സബ് ടൈറ്റിൽസിൽ കണ്ടിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. ഈ ഒരുപാട് ആൾക്കാരും ആദ്യത്തെ യൂട്യൂബ് ഇൻകം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു വീഡിയോ ചെയ്യും, ഫസ്റ്റ് യൂട്യൂബ് ഇൻകം വന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വീഡിയോ പിന്നെ എൻ്റെ ആ ചാനലിൻ്റെ ഗതിയെ മാറിപ്പോവും. ടൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെ, തംബ്നെയിൽ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെ, അത് ചെയ്യുന്ന ശരിയായ രീതി, ഇങ്ങനെ ചെയ്യുമ്പോൾ ചാനൽ അങ്ങനെയാവും. എനിക്ക് ആ പരിപാടിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വീഡിയോയും എൻ്റെ ചാനലിൽ ഉണ്ടാകത്തില്ല. ഐ എം റിയലി സോറി, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ സമയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി, ഇപ്പം തന്നെ ഞാൻ നല്ല ടൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ ഇരുന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് സമയം എടുക്കാനില്ല അത് എഡിറ്റ് ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ ഈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, അതിന് എഡിറ്റ് ചെയ്യുന്ന സമയം മാത്രമാണ് എനിക്ക് അല്ലാതെ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു യൂട്യൂബ് ഗുരു ആവത്തില്ല ദയവേത്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ വീഡിയോ റിക്വസ്റ്റ് ചെയ്താൽ എന്നെക്കൊണ്ട് ചെയ്യാനും പറ്റത്തില്ല, ദാറ്റ്സ് എ നോ. പിന്നെ ഞാൻ എപ്പോൾ എഡിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എൻ്റെ റൈറ്റ് ഹാൻഡ് ഫ്രീ ആണെങ്കിൽ ഞാൻ ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് മൾട്ടി ടാസ്കിങ് ഒരു അസുഖമാണെന്ന്.
അപ്പോൾ ലില്ലിയംചി ഞാനുമായിട്ട് വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ വരുന്ന ആരുടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നമുക്കൊരു പോസിങ് മൊമെൻറ്റ്സ് വരുമല്ലോ, അപ്പോൾ ഞാൻ ഫോൺ എടുക്കും, അത് ഇങ്ങനെ കയ്യിൽ തന്നെ വെച്ചിരിക്കും, ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ അത് ഒരു ശീലമായി. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ഒരു സമയം മാറ്റി വയ്ക്കാറില്ല. എനിക്ക് എപ്പോൾ ടൈം കിട്ടുന്നോ അപ്പോൾ എഡിറ്റ് ചെയ്ത് തീരുമ്പോൾ ഞാൻ കാറിൽ കയറിയിരുന്ന് വോയിസ് ഓവർ ചെയ്യും. എനിക്ക് മൈക്കില്ല, ഞാനിപ്പോഴും കാറിൻ്റെ അകത്ത് കയറിയിരുന്നാണ് സംസാരിക്കുന്നത്. പിന്നെ ആ ബസ്സിൽ അപ്പൂപ്പൻ, പുള്ളി കൊല്ലത്ത് തന്നെ ഉള്ളതാണ്. പുള്ളിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ച് എനിക്കിങ്ങനെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നായിരുന്നു. അവർക്കും ഭയങ്കര ശല്യമാണ് ഈ മതിലിൻ്റെ സൈഡിലൊക്കെ വന്നിന്ന് നോക്കുന്നതൊക്കെ. ഈ ഒരു വീഡിയോ അവിടെ പോപ്പുലർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളീനെ അവിടെ മക്കൾ അവിടെ നിന്ന് മാറ്റിയെന്നൊക്കെയാണ് അറിഞ്ഞത്. ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു മച്ച് ഡീറ്റെയിൽസ്. ആവശ്യത്തിനുള്ള പണി ഞാൻ കൊടുത്തു കഴിഞ്ഞു, ഇനിയും കൊടുക്കണ്ടല്ലോ. അപ്പോൾ നമുക്കിത് വീട്ടിലേക്ക് പോകാം കേട്ടോ. ഈ തൊപ്പി വെച്ച് കഴിഞ്ഞാലേ ആൾക്കാർ ഇങ്ങനെ കൈവയ്ക്കും. അവൻ ഉദ്ദേശിക്കുന്നത് മജീഷ്യനെയാണ് കേട്ടോ, അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് രണ്ടുപേർക്കും തൊപ്പിയൊക്കെ വെച്ച് കൊടുത്ത് കുടയും എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഞാൻ കുഞ്ഞിതായിരുന്നപ്പോഴേ ഇങ്ങനെ ലില്ലിയംചി അമ്മയൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ. അപ്പൻ ഗൾഫിലായിരുന്നു. അപ്പോൾ അപ്പൻ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോൾ അന്ന് ഇവിടെ ലാൻഡ് ലൈൻ ഉള്ളത് ആകെ അലൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഫോൺ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടെ വരും. ആദ്യം വിളിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് വിളിക്കുമെന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് തുടങ്ങിയത്. പിന്നെ ഞാനിവിടെ ട്യൂഷന് വരാൻ തുടങ്ങി. 5th സ്റ്റാൻഡേർഡിൽ ഗാർഡനിൽ ട്യൂഷൻ ആവുന്നത് വരെ ഞാൻ ഇവിടെ മമ്മേൻ്റെ അടുത്താണ് ട്യൂഷൻ പഠിച്ചത്. അതേ ആ കാണുന്ന കുരിശയുടെ തൊട്ട് പുറകിൽ കാണുന്നതാണ് എൻ്റെ വീട്. അവിടെ നിന്നിട്ട് കുഞ്ഞിലെ ഞാൻ നിന്നിട്ട് പറയുമായിരുന്നു എനിക്ക് ആരതിയിൽ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞിട്ട് ദേ ആലൻ്റെ വീടിൻ്റെ ടെറസാണ് ഞാൻ കാണിക്കുന്നത്. അത് സ്റ്റേജ് ആണെന്നാണ് ഞാൻ പണ്ടെങ്ങാണ്ട് വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. ചെറുതായിരുന്നപ്പോൾ എന്നെ മതിൽ വഴിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ ആലൻ ഇടയ്ക്ക് പറയുന്നത് കേൾക്കാം. ഞങ്ങൾ തമ്മിൽ 4 വയസ്സിൻ്റെ വ്യത്യാസമാണുള്ളത്. ലവ് മാരേജ് ആയിരുന്നോ അല്ലയോ എന്ന് ഞാൻ ഇനി പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഫ് കോഴ്സ് ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മൈ സൈഡ് ഓഫ് ദ ഫാമിലി പരിചയപ്പെടാം. ഇപ്പോൾ അവന്മാർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലൂക്കുട്ടൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയാണ് കേട്ടോ. അത് നിബിനാണ്, അപ്പുവാണ്. ലൂക്കുട്ടനും കണ്ണനും അകത്തുണ്ട്. മൈ സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻസ്. ഞാൻ കൊച്ചുപപ്പ എന്ന് പറയുന്നത് എൻ്റെ പപ്പയുടെ അനിയനെയാണ്. പപ്പയുടെ അനിയൻ്റെ 2 മക്കളാണ് കണ്ണനും ലൂയിസും. അപ്പോൾ അവരെയാണ് ഞാൻ ആങ്ങളമാർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ആങ്ങളാന്ന് ഞാൻ ഇടയ്ക്ക് റെഫർ ചെയ്യുന്നത് അമ്മയുടെ അനിയത്തിയുടെ മോനെയാണ്. അവനെയും ഞാൻ വഴിയെ കാണിച്ചു തരാം. ആ ജീൻസ് ഇട്ടേക്കുന്നത് നമ്മുടെ ഇവിടെ കേബിളിൻ്റെ പണിക്ക് നിൽക്കുന്ന വിച്ചുവാണ്. അത് വിച്ചു എന്ന് ഞാൻ പറയുന്നത് അവനെയാണ്. അപ്പുറത്ത് ആ ഒരു ഷോർട്ട്സ് ഇട്ടുകൊണ്ട് നിന്നത് കണ്ണമ്മോനാണ് കേട്ടോ. ആ ഷർട്ടില്ലാതെ നിൽക്കുന്നതാണ് എൻ്റെ കൊച്ചുപപ്പ, പപ്പയുടെ അനിയൻ, കർമ്മം കൊണ്ട് എൻ്റെ അപ്പൻ. പിന്നെ പുറകിൽ നിൽക്കുന്നതാണ് ലില്ലിയമ്മച്ചി. വല്യമ്മച്ചി അല്ല കേട്ടോ, ലില്ലിയമ്മച്ചി എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അതെൻ്റെ അപ്പൻ്റെ അമ്മയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് കണ്ണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ലൂക്കുട്ടനും രാത്രി കണ്ണിൽ എന്തൊക്കെയോ വീണു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു ഐ ഡ്രോപ്സ് ഉണ്ട്, അത് ഇട്ട് തരാമെന്നും പറഞ്ഞിട്ട് അമ്മച്ചി ഇപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇട്ട് തരും. ഇപ്പോഴും എനിക്കറിയത്തില്ല ഇത് ചെങ്കണ്ണാന്ന്. ഇവർ അധ്വാനിക്കുന്ന ജനവിഭാഗമായതുകൊണ്ട് ഞായറാഴ്ചയും പണിയുണ്ട്. ഒരു ടിപ്പിക്കൽ കേബിൾ ഓപ്പറേറ്ററുടെ വീട്ടിൻ്റെ സെറ്റിങ്സാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചെറുതിലെ കുഞ്ഞിതായിരുന്നപ്പോഴുണ്ടല്ലോ മേളിലൊക്കെ കയറുമ്പോഴത്തേക്ക് ഒത്തിരി മഴയൊക്കെ വരുന്ന ദിവസം ഈ സ്റ്റെപ്പിലൊക്കെ ഷോക്ക് അടിക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ അതൊക്കെ മാറ്റി കേട്ടോ, നല്ല രീതിയിലാണ് മേളിലിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മേളിൽ അന്ന് അപ്പച്ചനുണ്ടായിരുന്നു, എൻ്റെ ഗ്രാൻഡ് ഫാദർ. അപ്പച്ചൻ മരിച്ച പിന്നെ ഇതിൻ്റെ കേബിളിൻ്റെ സകല സാമഗ്രി സെറ്റിങ്സൊക്കെ ആ റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതിന് മുമ്പ് അപ്പച്ചൻ തന്നെയാണ് നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടെക്നോളജിയുടെ വളർച്ചയായിരിക്കും, അങ്ങനെ ഷോക്കൊന്നും അടിക്കത്തില്ല. നമ്മൾ മേളിൽ കയറുമ്പോഴത്തേക്കും മതിലിലൊന്നും ഷോക്കൊന്നുമില്ല. ഞാനീ പറയുന്ന പോലെ ഈ ആൾ തട്ടിപ്പോണ രീതിയിലുള്ള ഷോക്ക് അടിക്കലൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ചെറുതായിട്ടൊരു എർത്തിങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഞാൻ മേലെ പോയി കാണിച്ചു തരാം, അപ്പച്ചൻ്റെ റൂമൊക്കെ കാണിച്ചു തരാം. അവിടെ അപ്പച്ചൻ വരച്ചൊരു പടം ഇരിപ്പുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ലില്ലിയംചി എൻ്റെ കണ്ണിൽ എന്തുവാ ഒഴിച്ചു തന്നേന്ന് അവൻ ഇപ്പം അറിയണം കേട്ടോ. അവൻ്റെ കണ്ണിൽ ഒഴിക്കണം, അവൻ്റെ കണ്ണ് ചൊറിയുന്നെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ കണ്ണമോനെ മാത്രമല്ലേ കണ്ടുള്ളൂ. ലുവിക്കുട്ടൻ അവിടെ അതേ സിസ്റ്റത്തിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. ലൂയിസ് ആളൊരു ടെക്കിയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും, എൻ്റെ 2 അനിയന്മാരും ഷിപ്പിലാണ്. ഒരു 9 മാസം 6 മാസമൊക്കെ ചിലപ്പോൾ കടലിലും, പിന്നെ ഒരു 6 മാസം അല്ലെങ്കിൽ 9 മാസം കരയിലും ആയിരിക്കും. പിന്നെ ട്രീസൈഡ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ, 1 ഇയർ, ലാസ്റ്റ് 1 ഇയർ എങ്ങനെയായിരുന്നു എന്ന്. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഇയർ ആയിരുന്നു. ഞാൻ പറഞ്ഞ ആ പോലീസ് സ്റ്റേഷനിലെ കാര്യം, അതെല്ലാം ഒരുപാട് നെഗറ്റിവിറ്റി ഉള്ള ഒരു വർഷമായിരുന്നു എനിക്ക്. ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നമ്മൾ എത്ര കണ്ട് നമ്മൾ അകറ്റി നിർത്തിയാലും പിന്നെ ഈ വള്ളി ഏറി ചുറ്റുന്നെന്നൊക്കെ പറയത്തില്ലേ, അതേ കണക്ക് അങ്ങ് കിടന്ന് ചുറ്റും. പക്ഷേ അതിനെല്ലാം ഞാനൊരു വലിയൊരു ലെസൺ ഞാൻ ലാസ്റ്റ് ഇയർ ലേൺ ചെയ്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ റൈസ് അപ്പ്. പിന്നെ ഈ പറയുന്ന കണക്ക് ഒരു ക്വിക്ക് ചേഞ്ച് ആയിരുന്നു ഈ ഒരു ചാനലും അതിൻ്റെ ഗ്രോത്തും. പടാന്നങ്ങ് സംഭവിച്ചതാണ്. ഞാൻ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. അപ്പോൾ ഞാൻ പല കാര്യങ്ങൾ കൊണ്ടും, അതും ചാനലിൻ്റെ കാര്യവും അല്ലാതെയും ഞാൻ ആലോചിച്ചു. ഐ ഓൾവേസ് ഹാവ് സംതിങ് ദറ്റ് സമ്മൺ എൽസ് ഇസ് ഡ്രീമിങ് ഓഫ്. ആരോ സ്വപ്നം കാണുന്ന എന്തൊക്കെയോ ആണ് ഞാൻ ഇപ്പോൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്. കുറച്ചെങ്കിലും കിടക്കാനൊരു വീട്, ഒരു നല്ല ഫാമിലി, മക്കൾ, ഹസ്ബൻഡ്, ടു ബി അറൗണ്ട് പീപ്പിൾ ദറ്റ് യു ട്രസ്റ്റ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുടെ ചുറ്റും ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ബ്ലെസ്സിങ് ആണ്.
അതിപ്പോൾ എന്തായാലും എനിക്കുണ്ട്. അതാണ് ലൂയിസ് കേട്ടോ, അവിടെ ഇരുന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീട് മുഴുവൻ ഇങ്ങനത്തെ അൽക്കുലത്തെ സാധനങ്ങളാണ്. അതാണ് നിലു ഇവിടെ വരുമ്പോൾ ഭയങ്കര എൻ്റർടൈൻഡ് ആയിരിക്കും. അതെടുത്ത് ഇവിടെ വെച്ച് ഇതെടുത്ത് അവിടെ ചുറ്റി അങ്ങനെ അങ്ങ് നിന്നോളും. ആ കാണുന്നത് നമ്മുടെ വീടാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ലില്ലിയംസ് വീടിൻ്റെ മേലെയാണ്. ആ മേലത്തെ റൂം ആലൻ്റെതായിരുന്നു. ഞാൻ ഇവിടെ കിടന്നുകൊണ്ടിരുന്നത് ഇതിൻ്റെ അപ്പുറത്തെ റൂമിലാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് റെനോവേഷനും ഫർണിച്ചറിൻ്റെ പണിയായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് അപ്പച്ചൻ വരച്ച അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം. മുമ്പ് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഷാറ്റേർഡായിട്ട് ഒരു ടേബിളിൻ്റെ പുറത്ത് ഒരുപാട് സാധനങ്ങളായിരുന്നു. ഇപ്പോൾ അതെല്ലാം കൂടെ ഒരു സിംഗിൾ ഷെൽഫായിട്ട് അലക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇതായിരുന്നു അപ്പച്ചൻ്റെ കട്ടിൽ. ഇതിങ്ങനെ ചേർത്ത് പണിഞ്ഞ് വെച്ചേക്കുന്നതാട്ടോ. ഇപ്പോൾ ഇവിടെ ആരും അങ്ങനെ ഈ ബെഡ്റൂമൊന്നും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ഡ്രീം, ഞാൻ അത് ആദ്യമേ പറഞ്ഞില്ലേ, എനിക്ക് ചെറുപ്പത്തിൽ ഒരു തീരെ കുഞ്ഞ് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൻ, അമ്മ, മക്കൾ, സന്തോഷമുള്ളൊരു വീട്, ജോലിക്ക് പോകുന്ന അപ്പൻ തിരിച്ചു വരാൻ കാത്തിരിക്കുന്ന മക്കൾ, എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവരും പുറത്തു പോവുക. ഇതൊന്നും എൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്നിട്ടേ ഇല്ല. എൻ്റെ അമ്മ കരയുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ സ്വപ്നം കണ്ടത് മുഴുവനാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്വപ്നം കണ്ട ആളുടെ കൂടെ, ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ലൈഫാണ് ഇപ്പോൾ എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കിനി വലിയ ഡ്രീംസ് എന്ന് പറയാൻ എനിക്കൊന്നുമില്ല. റൈറ്റ് നൗ ഐ എം സംവെയർ ഐ ഹവ് ഓൾവേസ് വാണ്ടഡ് ടു ബി. ആ കാണുന്ന സ്കൈ ബ്ലൂ ഷർട്ടാണ് ഞാൻ പറയുന്ന ഷാബിൻ, അമ്മയുടെ അനിയത്തിയുടെ മോൻ. പിന്നെ ഒരു ചെറിയ ഡ്രീം നമ്മുടെ കുക്കു സാറിനുണ്ട്, സ്നോ കാണണം എന്നുള്ളത്. അപ്പോൾ അതിന് ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ചാനലിൻ്റെ ബിഗിനിങ്ങും ഒക്കെ തന്നെ. എന്നെങ്കിലും ഇതിന്ന് കിട്ടുന്ന ഒരു ഇൻകം കൊണ്ട് എനിക്ക് സ്നോ കാണിക്കണം. അവൻ ഒരു 4 വയസ്സൊക്കെ തൊട്ട് കൂട്ടുന്ന ഒരു കുടുക്ക അവൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് സ്നോ കാണാൻ പോകാനായിട്ട്. ചാനലൊക്കെ വളർന്നു വന്നു കഴിയുമ്പോഴത്തേക്ക് ആ കുടുക്ക പൊട്ടിക്കാതെ തന്നെ സ്നോ കാണിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിലു പുട്ട് കഴിക്കത്തില്ല. അവനുള്ള ചോറ് ഇതിൽ ലില്ലിയംച്ചി തന്നു വിട്ടിട്ടുണ്ട്. അവിടെയും ബീഫ് കറിയാണ്. ഇത്തിരി കിഴങ്ങും ഇറച്ചിയൊക്കെ ആയിട്ട് അമ്മച്ചി കുറച്ച് ചോറ് തന്നു വിട്ടിട്ടുണ്ട്. കാര്യങ്ങൾ ചാനലിൽ ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫാമിലിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഐ നോ വെയർ ടു ഡ്രോ ദ ബോർഡർ. കറക്റ്റ് എന്തെവിടെ പറയണം, എത്ര പറയണം എന്നുള്ളത് എനിക്കറിയാവുന്നത് കൊണ്ട് ഇതുവരെ അങ്ങനെ ഒരു കാര്യം എൻ്റെ ഫാമിലിയിൽ നിന്ന് സംഭവിച്ചിട്ടില്ല. പിന്നെ ഒരു കളിയാക്കൽ പോലെ എപ്പോഴെങ്കിലും നമ്മളെല്ലാവരും ഒത്തുകൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയാറുണ്ട്, എടി എവിടെയാണ് ക്യാമറ ഇരിക്കുന്നതെന്നൊന്ന് അറിയിച്ചേക്കണേ, അങ്ങനെയൊക്കെ. പിന്നെ ഹൗ വെൽ ഐ കീപ് റിലേഷൻഷിപ്സ്, ഞാൻ എങ്ങനെ റിലേഷൻഷിപ്സ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കരയിക്കാത്ത, എന്നെ വിഷമിപ്പിക്കാത്ത ആൾക്കാരൊക്കെ എനിക്ക് എന്നും പ്രിയപ്പെട്ടവർ തന്നെ ആയിരിക്കും. കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ പേരൻസ് ആയിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം ഞാൻ കരയുന്നത് കണ്ട് സന്തോഷിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ കരയുന്നത് അവർക്ക് ഓക്കെ ആയിരുന്നു. ഞാൻ ഇരുന്ന് കരയുന്നത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് എന്നെ വിഷമിപ്പിക്കാത്തവരൊക്കെ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. അവരെ ഞാൻ അങ്ങനെ ചെറിഷ് ചെയ്യും. ഐ നോ ദ വാല്യൂ ഓഫ് ദം. എത്ര വിലയുള്ളതാണ് അവരും ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ റിലേഷൻഷിപ്സൊക്കെ അത്ര ഇതായിട്ട് കെയർ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഗ്ലാസിൻ്റെ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഐറ്റം ഉണ്ടോയെന്ന് വിചാരിക്കുക. നമ്മളതിങ്ങനെ സേഫ് കീപ്പ് ചെയ്യത്തില്ലേ, അത് കയ്യിൽ നിന്ന് വീഴരുത്, അതെവിടെയും തട്ടരുത്, അത് ഒടിയരുത് എന്നൊക്കെ വിചാരിച്ചിട്ട്. അതുപോലെയാണ് ഞാൻ എൻ്റെ ഓരോ റിലേഷൻഷിപ്പും ഇപ്പം എനിക്കുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ജൻചേച്ചിയായിട്ടുള്ള റിലേഷൻ ആയിക്കോട്ടെ, മമ്മി ആയിട്ടായിക്കോട്ടെ, സ്കൂളിലെ ടീച്ചേഴ്സായിട്ടായിക്കോട്ടെ, എല്ലാം ഞാൻ അത്ര കെയർ എടുത്താണ് ഞാൻ നോക്കുന്നത്. ഐ വോണ്ട് ഇറ്റ് ടു ലൈഫ് ലോങ് അതൊക്കെ എനിക്ക് വേണം. പിന്നെ ചാനൽ തുടങ്ങാനുള്ള മോട്ടിവേഷൻ, അത് ഞാൻ ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പാട്ടിനെ ലിപ്സിങ്ക് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം അലം വന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ അൺഫോളോ ചെയ്തു. ഞാൻ വീട്ടിൽ നിന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇനി ഫോൺ എടുത്താലും നിന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കണ്ടേ, നീ ഇത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യൂ, തിങ്ക് ഡിഫറെൻറ്റ്, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യൂ എന്നൊക്കെ. അങ്ങനെ ഞാൻ പിന്നെ മ്യൂസിക്കോട് കൂടി ഓരോ റെസിപ്പീസ് ഇടാൻ തുടങ്ങി. പിന്നെ ഇൻസ്റ്റാഗ്രാം റീച്ചായി. ഇൻസ്റ്റാഗ്രാമിലുള്ളവർ ചേച്ചി യൂട്യൂബ് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് കുറച്ച് ലോങ് വീഡിയോസ് ഇടണം എന്നുള്ളൊരു ത്വര വന്ന് തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരെ, ഈ ചാനൽ വരെ എത്തിയത്. പിന്നെ കടലിനെ കുറിച്ചിട്ട് നെഗറ്റീവ് ഡ്രീംസ് ഉണ്ടായിട്ടുണ്ട്. ആലൻ ഒരു കൊമേഴ്ഷ്യൽ ഡൈവറായിരുന്നു കേട്ടോ. വെള്ളത്തിനടിയിലൊക്കെ പോണ പരിപാടിയായിരുന്നു. പക്ഷേ എന്നെ ഇതുവരെ നീന്തൽ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നീന്തൽ അറിയാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഞാൻ കടലിൽ മുങ്ങിച്ചാവുന്നത് ഞാൻ ഒരുപാട് വട്ടം സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, കണ്ണമ്മോൻ ഷിപ്പിൽ പോയിട്ട് കടലിൽ പോകുന്നതും, ലൂക്കുട്ടൻ നീന്താൻ പോയിട്ട് മുങ്ങി മരിച്ചു പോകുന്നതും ഒക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതൊക്കെ വന്നിങ്ങനെ ലില്ലിയംച്ചി അടുത്തൊക്കെ പറയുമ്പോൾ അമ്മച്ചി പറയാം, അത് ആയുസ് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ അവരെക്കുറിച്ച് സ്വപ്നം കാണുന്നതിനൊക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കും. ഓഫ് കോഴ്സ് സുനാമിയൊക്കെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ പേരൻറ്റിങ് സ്റ്റൈലിനെ കുറിച്ചിട്ട്, അതൊരു ഫ്രീ സ്റ്റൈലാണ്. ഞാനങ്ങനെ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പേരൻ്റൊന്നും അല്ല. ഞാനിങ്ങനെ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഇവിടെ തിരിയരുത് എന്നൊന്നും പറഞ്ഞിങ്ങനെ ഷൗട്ട് ചെയ്യാറൊന്നുമില്ല. പിള്ളേരെ അടിക്കത്തുമില്ല.
ഞാൻ ആകെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കുവാണ് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കുറച്ച് കൂടുതൽ കാണിക്കുന്നത്. അതായത് ഇത്തിരി പഠിക്കാതിരിക്കുക, ഹോംവർക്ക് എഴുതാണ്ട് കളിച്ചിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും നാളെ ടെസ്റ്റ് പേപ്പർ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ പഠിച്ചില്ല അത് മാറ്റി വയ്ക്കുക, ഹോംവർക്ക് എന്നെ കാണിക്കാതെ വയ്ക്കുക, അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ. അതിനൊക്കെ കുഞ്ഞു പണിഷ്മെൻറ്റ്സ് കൊടുക്കും. അതായത് അവൻ്റെ ഫോണിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫാമിലി ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അവന് ഡെയിലി ഒരു 1.5 hours ഫോണിൽ കളിക്കാനുള്ള ടൈം കൊടുത്തേക്കുന്നത്. അപ്പോൾ അവന് കൊടുക്കുന്ന പണിഷ്മെൻറ്റൊക്കെ അതിന് ചിലപ്പോൾ 1 hour അങ്ങ് കട്ട് ചെയ്യും, അല്ലെങ്കിൽ പുറത്ത് കളിക്കാൻ വിടത്തില്ല, വൈകുന്നേരം വീട്ടിൽ തന്നെ ഇരുത്തും, അല്ലെങ്കിൽ ഇന്ന് അവൻ എന്നെ പറ്റിച്ചുവിട്ടുണ്ടെങ്കിൽ നാളെ അവനെ കളിക്കാൻ വിടത്തില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ അടിക്കാതെ തന്നെ എനിക്ക് അവനെ തിരുത്താൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. സോ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. പിന്നെ നിലുവിൻ്റെ കാര്യത്തിൽ അവൻ ചില കാര്യങ്ങൾക്ക് അവൻ ഭയങ്കരമായിട്ട് വാശി പിടിക്കും. അവൻ ഒത്തിരി വാശി പിടിക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അവൻ അവിടെ കിടന്ന് വാശിയൊക്കെ കാണിച്ച് കാറി കൂവിയൊക്കെ കഴിയുമ്പോൾ അവൻ തന്നെ എൻ്റെ അടുത്തോട്ട് വന്നോളും. വാശി പിടിക്കുന്നതൊക്കെ സാധിച്ചു കൊടുത്താൽ ഭാവിയിൽ അത് വളരെ ദോഷം ചെയ്യുമെന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനങ്ങനെ ഒരു വാശിയും സമ്മതിച്ചു കൊടുക്കാറില്ല. പഴംപൊരി ഉണ്ടാക്കി വെച്ചത് 2 പേർക്കും ഇപ്പോൾ വേണ്ടാന്ന്. ഇപ്പോൾ പാല് കുടിച്ചിട്ട് കളിക്കാൻ പോയാൽ മതിയെന്ന് കടപ്പുറത്ത് വൈകുന്നേരം കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങി എണീറ്റപ്പോൾ മണി 5 ആയി. അപ്പോൾ പഴംപൊരി ഇനി അലപ്പപ്പ വന്നിട്ട് കഴിച്ചാൽ മതി, ഇപ്പോൾ കടപ്പുറത്ത് പോകാമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ സേറമോളും കൂടെ റെഡിയായിട്ട് നിൽക്കുവാണ്. അങ്ങനെ വീട്ടിലുള്ള കുറച്ച് കുപ്പിയും പ്ലാസ്റ്റിക് പാട്ടയൊക്കെ പിറക്കിയിട്ട് ഞങ്ങളിതേ കടപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി ഈ സ്ഥലം ഞാൻ ഒരുപാട് കമൻറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ കൊല്ലം എന്ന് ടൈപ്പ് ചെയ്ത ഇരവിപുരം എന്നുള്ളത് എനിക്കിപ്പോൾ ഓട്ടോ ആയിട്ട് അവിടെ കാണിക്കും. ഈ സ്ഥലം കൊല്ലത്തുള്ള ഇരവിപുരമാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ ഞങ്ങൾ കടലിനെ വായിക്കാതിരിക്കുന്ന പോലെ തോന്നും. അങ്ങനെയല്ല, നല്ല ദൂരമുണ്ട്. ഞാൻ എൻ്റെ ക്യാമറയുടെ ആംഗിളും ഞാൻ സൂമിൻ ചെയ്തിരിക്കുന്ന ലെവലും ഒക്കെയാണ് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഇവിടുത്തെ ഉള്ള സീ വോളാണ്, പുലിമുട്ട് എന്ന് പറയും. അതിലാണ് ഞങ്ങളിരുന്ന് കളിക്കുന്നത്. കാരണം ഈ 2 സൈഡിലും കടലിങ്ങനെ ചിലപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നല്ലപോലെ കയറി വരും. അവിടെ പിന്നെ കല്ലുമാണ്, ഇരിക്കാനുള്ള സ്ഥലവും ഇല്ല. ഞാൻ ഇവിടുന്ന് എബ്രോഡ് പോകാനായിട്ട് എനിക്ക് വല്ല ചിന്തയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ദിസ് ഇസ് പാരഡൈസ്, ദിസ് ഇസ് ഹോം. ഇതല്ലാതെ വേറൊരു സ്ഥലത്ത് ജീവിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എനിക്ക് മാത്രമല്ല, ആലനും അതെ. ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ പോകാനായിട്ട് യാതൊരു പ്ലാനും ഇല്ല, മാറില്ല. രാവിലെ ഇത്ര തിരക്കുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈപോഡിൻ്റെ അകത്ത് ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഫ്രെയിം ഒന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ ചെയ്യാനുള്ളത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നതിന് എനിക്ക് ഇച്ചിരി സമയമാവുമെങ്കിലും ബാക്കി കുക്കിങ്ങിലും ക്ലീനിങ്ങിലും ഒക്കെ എനിക്ക് ടപ്പേന്ന് കഴിയും. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഞാനതങ്ങ് ഷൂട്ട് ചെയ്ത് തീർക്കും. പിന്നെ ഈ പറയുന്ന കണക്ക് ഷൂട്ട് ചെയ്ത് തീരുന്ന മൊമെൻറ്റ് തൊട്ട് എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഈ ലോങ് വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കും. ഷോർട്സ് പോസ്റ്റ് ചെയ്യേണ്ട ദിവസം ആകുമ്പോഴത്തേക്ക് ഷോർട്സിൻ്റെ എഡിറ്റിംഗ് ഒക്കെ എനിക്കൊരു 1 മണിക്കൂർ മതി. അപ്പോൾ അതിന് കുറച്ച് നേരം മുമ്പേ ഞാനത് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അവിടെ ഡ്രാഫ്റ്റിൽ ഇട്ടിട്ട് ഷോർട്സ് എഡിറ്റ് ചെയ്യും. പിന്നെയും ഷോർട്സ് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വന്ന് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യും. ഇതും സൂമിൻ ചെയ്യുന്നതാണ് കേട്ടോ. ആ തെറിക്കുന്ന വെള്ളമൊന്നും ഞങ്ങളുടെ ദേഹത്ത് അങ്ങനെ വീഴത്തൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് ആൾക്കാരിൽ ഇഷ്ടമല്ലാത്ത കാര്യം, എന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുത്തുന്ന കാര്യം. എല്ലാവരെയും പോലെ തന്നെ എന്നെ പ്രൈസ് ചെയ്യുന്നത് എനിക്ക് പബ്ലിക്കായിട്ട് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണ്. പ്രൈസ് പീപ്പിൾ ഇൻ പബ്ലിക്, കറക്റ്റ് ദം ഇൻ പ്രൈവറ്റ്, അങ്ങനെയല്ലേ. അപ്പോൾ എന്നെ 4 പേര് നിൽക്കുമ്പോൾ എൻ്റെ എന്തെങ്കിലും കുറ്റം പറയുന്നതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. അതെന്നെ മാത്രം വിളിച്ച് പറയണം. ഞാനാണല്ലോ തിരുത്തേണ്ടത്, അപ്പോൾ അതെന്നോടല്ലേ പറയേണ്ടത്. അങ്ങനെ ഫാമിലി പ്രോബ്ലംസ് വന്നപ്പോൾ, അതായത് പപ്പയുടെ അമ്മയുടെ ഇഷ്യൂ വന്നപ്പോൾ എനിക്ക് എങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഫെൽ ദാറ്റ് അമ്മയ്ക്ക് റെസ്പെക്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് അമ്മ നിൽക്കണ്ട എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് സ്ട്രെങ്ത് ഒന്നും വേണ്ട, സ്വല്പം കോമൺ സെൻസ് മതി. എസ്പെഷ്യലി ഈ ഒരു നൂറ്റാണ്ടിൽ എല്ലാവർക്കും തലയ്ക്ക് നല്ല വെടിവെക്കുള്ള സമയമാണല്ലോ ഇത്. അതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ അമ്മ അവിടെ നിൽക്കണ്ടെന്ന് അമ്മേനെ അവിടെ നിന്ന് മാറ്റി. ആ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് വെരി സിമ്പിളായിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ കൊച്ചുപ്പേൻ്റെ അടുത്ത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആരുടെ അടുത്ത് എനിക്ക് ചോദിക്കാനും പറയാനൊന്നുമില്ല. ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ എവിടെ പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ സ്നോ ഉണ്ടോ അവിടെ പോകും. കുക്കുവിനോടെ നമ്മുടെ ഈ പാർക്കിലൊക്കെ ഉള്ള സ്നോ സിറ്റി ഒക്കെ ഉണ്ട്, അത് കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ അതൊന്നും കാണണ്ട, അവൻ ഒറിജിനൽ സ്നോ കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ എൻ്റെ കുഞ്ഞിന് സ്നോ കാണാൻ പറ്റിയ ഒരു കൺട്രി ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മ പോയപ്പോൾ പിള്ളേർ എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്തോന്ന്. അമ്മ പോയെന്ന് വെച്ചാൽ അമ്മ രാത്രി ഉറങ്ങാൻ മാത്രമേ അങ്ങോട്ട് പോകുന്നുള്ളൂ. രാവിലെ നിലു എണീക്കുന്നതിന് മുമ്പ് അമ്മ ഇവിടെ വരും. അതായത് ഞങ്ങൾ 9 മണിക്ക് സ്കൂളിലോട്ട് പോകും. അമ്മ ഒരു 8:45 ആകുമ്പോഴത്തേക്ക് ഇവിടെ വരും. ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് അമ്മ ഇവിടെ കാണും, അല്ലെങ്കിൽ അമ്മ നിലുവായിട്ട് അങ്ങ് വീട്ടിൽ പോകും. പിന്നെ അമ്മ വൈകുന്നേരം ഇവിടെ തന്നെ കാണും. പിരിവ് കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ തന്നെ വരും. ഞങ്ങൾക്ക് ഡിന്നറൊക്കെ ആക്കി തരുന്നു, പിള്ളേർക്ക് ചോറൊക്കെ വാരി കൊടുത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല. ആദ്യത്തെ 2 ദിവസം നിലുവിന് രാത്രി അമ്മയുടെ കൂടെ കിടക്കാത്തതിൻ്റെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് ശരിയായി. അല്ല, നാളെ എങ്ങനെയെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാനും അലനും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും പറഞ്ഞപ്പോൾ അതിന് തന്നെ അലൻ്റെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അങ്ങേ അറ്റമാണ്. അപ്പോൾ ഞാൻ വേറൊരു ചോദ്യത്തിനും കൂടി ഉത്തരം പറയാം. തമാശയ്ക്കെങ്കിലും നിങ്ങൾ അടികൂടാറുണ്ടോയെന്ന്. ഞങ്ങൾ തമാശയ്ക്കൊന്നും അടികൂടാറില്ല, നല്ല കാര്യമായിട്ട് അടികൂടാറുള്ളൂ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ എപ്പോഴും കിടന്ന് ഉടക്കത്തൊന്നുമില്ല. പക്ഷേ ഉടക്കി കഴിഞ്ഞാലുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഒന്നെങ്കിൽ അലൻ പെട്ടിയും കിടക്കെടുത്ത് എറണാകുളത്തെ ആൻറ്റി എടുത്ത് പോകും. ഞാനങ്ങനെ
എൻ്റെ ഫ്രണ്ട് അനിലയുടെ വീട്ടിലോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ പോയി അങ്ങിരിക്കും. അതാണ് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന ഒരു ലെവൽ. പക്ഷേ ഈ പറഞ്ഞ ലാസ്റ്റ് അടി നടന്നിട്ട്, അത്ര വലിയൊരു അടി നടന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷമെങ്കിലും ആയി കാണും. എനിക്ക് 23 വയസ്സുള്ളപ്പോഴായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഞങ്ങൾ രണ്ടുപേരും കുട്ടികളായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ തമ്മിൽ 4 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മെച്ചേർഡാണ്, ഒരു പപ്പയാണ്, ഒരു മമ്മയാണ്. അതിൻ്റെ ചേഞ്ചസ് ഒക്കെ ഞങ്ങളുടെ ലൈഫിലുണ്ട്. അങ്ങനെ തൊട്ടേനും പിടിച്ചതിനൊന്നും അടി കൂടാറില്ല. നമ്മൾ പാല് കാച്ചുന്ന പാനാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തിരുന്നതാണ്. നല്ല പാത്രമാണ്. പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം എന്തെന്നറിയോ, ഞാൻ പാല് തണുക്കാനായിട്ട് അത് വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ സ്ക്രൂ നല്ല ഇരുമ്പിൻ്റെ സ്ക്രൂ ആയിരുന്നു. സ്ക്രൂ അങ്ങ് ദ്രവിച്ചു തുടങ്ങി. ഇപ്പോൾ കൊച്ചുപ്പയ്ക്ക് ഇങ്ങനെ ഈ പരിപാടിയെല്ലാം ലൂയിസിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് തന്നെയാണ്. എല്ലാ ശരിയാക്കൽ പരിപാടികളും കൊച്ചുപ്പ ചെയ്യും. അത് കൊച്ചുപ്പ വേറെ സ്ക്രൂ ഒക്കെ ഇട്ട് ശരിയാക്കി തരും. ഇതാണ് മിനി ആൻറ്റി, കൊച്ചുപ്പേൻ്റെ വൈഫ്. എന്നെ ആദ്യമായിട്ട് പിരുകൻ റെഡിയാൻ കൊണ്ടുപോകുന്നതും മുടി വെട്ടാൻ കൊണ്ടുപോകുന്നതൊക്കെ മിനി ആൻറ്റിയാണ്. ജീൻസ് മേടിച്ച് തരുന്നത് മിനി ആൻറ്റിയാണ്. പിന്നെ അന്നത്തെ ഒരു ട്രെൻഡുണ്ട്, ജീൻസിൻ്റെ കൂടെ ഈ കൈ ചിറക് പോലെ ഇരിക്കുന്ന ഒരു ടോപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഡ്രസ്സ്, അതൊക്കെ എനിക്ക് മിനി ആൻറ്റിയാണ് മേടിച്ച് തന്നിരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തുരുമ്പടിച്ച സ്ക്രൂ. ഞായറാഴ്ച ഇവിടെ ചെറിയ ഇങ്ങനത്തെ സംഗമങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ലില്ലിയമ്മച്ചിയും ടീമും ഞങ്ങളിപ്പോഴും ആ പാത്രത്തിൻ്റെ പുറകെയാണ് കേട്ടോ. അത് ശരിയായി. അത് നല്ലൊരു സ്ക്രൂ ഇട്ടാൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് തുരുമ്പടിക്കുന്നതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഞാനത് വെള്ളത്തിലും കൂടെ ഇറക്കി വെച്ചിരുന്നല്ലോ, എപ്പോഴും അത് വെള്ളമായിട്ട്. അപ്പോൾ വെള്ളം ഉള്ളിൽ കയറുന്ന ആ ഒരു പരുവത്തിൽ അകം ഉണങ്ങുമ്പോൾ ഞാനെടുത്ത് ഷെൽഫിൽ അങ്ങ് വെക്കുകയും ചെയ്യും. അങ്ങനെയാണ് അത് തുരുമ്പടിച്ചത്. പിന്നെ ഫുട്ബോൾ കോച്ചിങ്ങിന് കുക്കുവിനെ വിട്ടത്, നമ്മൾ മയ്യനാട് സ്കൂൾ ഗ്രൗണ്ടില്ലേ, മയ്യനാട് ഗവൺമെൻറ് സ്കൂൾ ഗ്രൗണ്ടിൽ, അത് വെക്കേഷന് മാത്രമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. മാജിക്കൽ ബൂട്ട്സ് എന്നും പറഞ്ഞിട്ട് ഒരു വെക്കേഷൻ ക്യാമ്പ് പോലെ. അത് ഫുൾ ടൈം ഉള്ളതല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ പോകാത്തതും കേട്ടോ. ജോലി രാജിവെച്ച് ഫുൾ ടൈം യൂട്യൂബർ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്കൂള് മമ്മിയുടെയും ഡാഡയുടെയും ഒരുപാട് പ്രയത്നത്തിൻ്റെ ഫലമാണ്. സോ എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാനും അത് അപ്ലിഫ്റ്റ് ചെയ്യാനും അതിനെ മുന്നോട്ട് കൊണ്ടുവരാനും തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഫസ്റ്റ് പ്രയോറിറ്റി സ്കൂളിലാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ചാനൽ. കാരണം ഈ ഒരു ഫീ നിരക്കിൽ ഇവിടെ വേറൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളില്ല എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കൊക്കെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷൻ്റെ സെറ്റപ്പ് റെഡിയാക്കാനായിട്ടാണ് അങ്ങനെ ഒരു സ്കൂൾ തന്നെ തുടങ്ങിയത്. ആലനിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവം, ആലൻ്റെ ഇടപ്പേരുണ്ടല്ലോ ടർക്കിയെന്ന്. തർക്കിക്കുന്നതിനാണ് അവർ ടർക്കിയെന്ന് വിളിക്കുന്നത് കേട്ടോ. ആലന് ഭയങ്കരമായിട്ട് തർക്കിക്കും. നമ്മുടെ കയ്യിലൊരു പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് പറയാൻ സമ്മതിക്കത്തില്ല. നിങ്ങളിപ്പോൾ ഇത് ആലനോട് ചോദിച്ചാൽ ആലൻ ഇത് തന്നെ തിരിച്ചും പറയും കേട്ടോ. ഞാനും സമ്മതിക്കത്തില്ല. അപ്പോൾ ഞാൻ ആലോചിക്കും, അപ്പോൾ ആരായി സംസാരിക്കുന്നത് മൊത്തം? ആലൻ പറയും എപ്പോൾ ഉടക്കിയാലും ഞാൻ ആലന് സംസാരിക്കാൻ ഗ്യാപ്പ് കൊടുക്കാറില്ല എന്ന്. ഞാനും പറയും ഒരു ഉടക്ക് വന്നു കഴിഞ്ഞാൽ ഇയാൾ എനിക്ക് സംസാരിക്കാൻ സമയം തരാറില്ല എന്ന്. ബാക്കി എല്ലാ കാര്യത്തിലും ഡിഫറൻസ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും ഇഷ്ടമല്ലാത്ത സ്വഭാവം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇത് തന്നെ പറയും കേട്ടോ. പിന്നെ നമ്മുടെ സ്കൂളിൽ ഡേ കെയർ ഇല്ലേ എന്ന് ഒരു ഇഷ്യൂ വന്നായിരുന്നല്ലോ 2 years ബാക്ക്. ഡേ കെയറിൽ ഒരു കൊച്ചിനെ ഉപദ്രവിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിനുശേഷം ഈ ഡേ കെയർ തുടങ്ങുക എന്നുള്ളതൊക്കെ ഭയങ്കര നൂലാമാല പിടിച്ച പരിപാടികളാണ്. അതിൻ്റെ ലൈസൻസിങ്ങിനൊക്കെ നമ്മൾ ഒരുപാട് നടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഡേ കെയർ ഇല്ല. കിൻഡർഗാർഡൻ, പ്ലേ ക്ലാസ്, കിൻഡർഗാർഡൻ 1 to 4 അങ്ങനെയേ ഉള്ളൂ. പിന്നെ ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കൂടെയുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള എല്ലാ ആൾക്കാരും തന്നെ എന്നെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അവരുടെ 1 minute അല്ലെങ്കിൽ 30 സെക്കൻഡ് മാറ്റി വെക്കാമെങ്കിൽ എനിക്കും വെക്കാം. പെട്ടെന്ന് തന്നെ പറ്റിയില്ലെങ്കിലും ഞാൻ എപ്പോൾ വന്നാലും ഞാനിങ്ങനെ നമുക്ക് ഐ ഹാവൻ റെസ്പോണ്ടഡ് എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ വെച്ചിട്ട് കമൻറ്റ് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ റെസ്പോണ്ട് ചെയ്യാത്ത കമൻറ്റ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒന്ന് എൻ്റെ കണ്ണിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടോ എന്ന് അങ്ങനെ ചിന്തിക്കാനായിട്ട്, അങ്ങനെ നോക്കാനായിട്ട്. അപ്പോൾ അത് കണ്ട് പിടിച്ച് ഞാനങ്ങനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഡിന്നറിന് ആലന് സാൻഡ്വിച്ചും കുറച്ച് എഗ്സുമാണ്. ബ്രെഡ് തീർന്നതുകൊണ്ട് കുക്കുവിന് 2 ചപ്പാത്തി നെയ്യും ഷുഗറും തേച്ച് കൊടുക്കാമെന്ന് കരുതി. മേലത്തെയും താഴത്തെയും ബ്രെഡ് ഇരിപ്പുണ്ട് എനിക്ക്. ഞാനത് ഇറച്ചിക്കറിയൊക്കെ ആയിട്ട് കഴിക്കും. നമ്മളിന്ന് ഉച്ചയ്ക്കും പുട്ടും ബീഫും അല്ലേ കഴിച്ചത്. ബീഫ് കറി നാളെ ഉച്ചയ്ക്കും ഞാൻ എടുക്കും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബീഫ് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് മത്തടിക്കും, അല്ലെങ്കിൽ മടുക്കും. പക്ഷേ എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല. മീറ്റും ചിക്കനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് കഴിക്കാൻ. 4 നേരമെങ്കിൽ 4 നേരം എന്ന് വെച്ചാൽ എനിക്ക് അത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ചമ്മന്തിയും ചോറും ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ പ്ലാൻ. പിന്നെ നിലുവിന് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ചോറ് കൊടുത്ത കണക്ക് അമ്മ ലില്ലിയംസിൻ്റെ അടുത്ത് തന്നെ ചോറ് എടുത്ത് കൊടുത്തോളും. നിലുവിന് ചോറ് കൊടുത്തിട്ട് അവരത് ഇങ്ങോട്ടേക്ക് അമ്മ നിലുവായിട്ട് വന്നിട്ടുണ്ട്. അമ്മ ഇനിയിപ്പോൾ നിലുവിനുള്ള അമൃതം കാച്ചും. അമൃതത്തിൻ്റെ റെസിപ്പി, ഇത് അമൃതം ഞാൻ എപ്പോഴും പറയുന്നത് അമൃതം പൊടിയാണ്, അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി. അപ്പോൾ അത് അമ്മ ഉണ്ടാക്കുന്നതായാലും ഞാൻ ഉണ്ടാക്കുന്നതായാലും വെള്ളത്തിൽ ഒരു വലിയ സ്പൂൺ നിറച്ച് അമൃതം പൊടി ഇട്ട് ഇത്തിരി ഉപ്പും പഞ്ചസാരയും ഇട്ട് നല്ലപോലെ കലക്കി അതങ്ങോട്ട് ഗ്യാസിലേക്ക് വെച്ച് കുറുകാതെ ഇങ്ങനെ കൈ വെച്ച് കുറുകി വരും, പക്ഷെ പെട്ടെന്ന് കയറി തിക്കാവും. അതുകൊണ്ട് സ്പൂൺ വെച്ച് ഇങ്ങനെ കറക്കി അങ്ങ് നമുക്ക് വേണ്ട തിക്നെസ് ആകുമ്പോൾ തീ ഓഫ് ചെയ്യും. അത്രേ ഉള്ളൂ പരിപാടി. അതിന് വലിയ റെസിപ്പിയൊന്നുമില്ല കേട്ടോ.
ഈ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ ഞങ്ങളുടെ കപ്പിൾ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിടയ്ക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സമയം കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടും കൂടെ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകും. ചിലപ്പോൾ പിള്ളേരെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രാത്രി പുറത്ത് പോകും, ബീച്ചിൽ പോയിരുന്ന് സംസാരിക്കും. അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഉടക്ക് വന്ന് തുടങ്ങുന്നു എന്നൊക്കെ തോന്നിയാൽ വീൽ ടോക്ക് ഇറ്റ് ഔട്ട്. എല്ലാവരെയും പോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു കാര്യത്തിന് സമയം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീൽ ഫൈൻഡ് എ ടൈം ഫോർ ഇറ്റ്. പിന്നെ എനിക്ക് മടി വരാറുണ്ട്. എനിക്ക് നല്ല മടി വരുന്ന സമയത്ത് ഞാനതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ അവരോട് പറയും എനിക്ക് മടിയാണ്, എനിക്കൊന്നും ചെയ്യാൻ വയ്യ, എന്തെങ്കിലും ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പോയി വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന്. അതിനെ അങ്ങനെ ഞാൻ ഓവർകം ചെയ്യാനൊന്നും ശ്രമിക്കാറൊന്നുമില്ല. കാരണം എൻ്റെ ഒരു ഡേയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു രീതിക്കനുസരിച്ച് എനിക്കറിയാം എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും മടി വരാറില്ല. അങ്ങനെ മടി വരുന്നുണ്ടെങ്കിൽ അത് അനിവാര്യമാണ്. എൻ്റെ ബോഡിക്ക് ചിലപ്പോൾ റെസ്റ്റ് വേണ്ടപ്പോഴായിരിക്കും എനിക്ക് അങ്ങനെ ഒരു മടി വരുന്നത്. അപ്പോൾ വൺസ് ഇൻ എ വൈൽ ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. ഫുഡ് ഓർഡർ ചെയ്ത് അവർ കഴിച്ചോളും. ചിലപ്പോൾ ആലൻ നൂഡിൽസ് ഉണ്ടാക്കി പിള്ളേരുമായിട്ട് കഴിക്കും, എനിക്കും തരും. പിന്നെ ആലൻ തന്നെ അവരെ കുളിപ്പിച്ച് അങ്ങ് കിടത്തുകയൊക്കെ ചെയ്യും. പിന്നെ കൊല്ലത്തെ പറ്റിയിട്ടുള്ള ന്യൂസിനെ പറ്റി എന്താണ് എനിക്ക് അഭിപ്രായമെന്ന്, കൊല്ലംകാരെ അങ്ങനെ ഇങ്ങനെ ആർക്കും ഒന്നും പറ്റിച്ചുകൊണ്ട് അങ്ങ് പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ നല്ല പണി അങ്ങ് കൊടുക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ന്യൂസിൽ വരുന്നത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസിനൊക്കെ ജെന്യുവനായിട്ട് ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.